ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്. തുടർന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി രാത്രിത്തേക്ക് ചാളക്കൂട്ടാനും ചാള വറുത്തത് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചത് ഒരു ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഇടുവാണ്ട്. അരപ്പിൻ്റെ മിക്സ് എന്ന് പറയുന്നത് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. എന്നിട്ടത് നമ്മുടെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവിനൊക്കെ പാകത്തിനുള്ള മുളക് പൊടി നിങ്ങളൊക്കെ ഇട്ടാൽ മതി. ഇവിടെ എരിവ് അധികം ഉപയോഗിക്കാത്തതാണ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ബാക്കി ഞാൻ കളറിന് വേണ്ടിയിട്ട് ചില്ലി, മറ്റേ കാശ്മീരി ചില്ലിയിൽ അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കിട്ടേണ്ടതുണ്ട്. ഒരു 4 മിനിറ്റോളം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഗ്രേവി ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ ഇതിനകത്ത്. പിന്നത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുളിയാണ് കേട്ടോ. അത് ഇവിടെ തന്നെ ഉണ്ടായ പുളിയാണ്. ഞാൻ എൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ പുളി ഉണ്ടെന്നുള്ളത്, പുളിമരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് തിളക്കാൻ വേണ്ടി വെച്ച് നേരം കൊണ്ടിട്ട് ചാളയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞി ചാള ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. മിക്സ് ആയിട്ടുള്ളൊരു ചാളയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. കുഞ്ഞി ചാള ഉണ്ടായിരുന്നു, എൻ്റെ ഒപ്പം തന്നെ ചെറിയ മീഡിയം വലിപ്പത്തിലുള്ള ചാളകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതിലേക്ക് ഇടാനായിട്ടുള്ള പാകത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു തവി വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. ഞാൻ പക്ഷേ ചില സമയത്ത് ഇളക്കി കൊടുക്കാറുണ്ട്, ചില സമയത്ത് ഞാൻ ഇളക്കാതെ ചട്ടി ഒന്ന് ചുറ്റിക്കാനായിട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോകാതെയും കൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇതായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ ഇളക്കിയാണ് കേട്ടോ കൊടുത്തത്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ചാള എടുത്തിട്ട് വറുക്കാൻ വേണ്ടി വെച്ചിട്ടോ. ഇവിടെ ചാളക്കറി വെക്കുമ്പോൾ ചാള വറുത്തതും കൂടി നിർബന്ധമാണ്. വേറെ ആർക്കും അല്ല, എനിക്ക് തന്നെയാണ്. എനിക്ക് വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് ചാള എടുത്തിട്ട് വറുക്കാനും കൂടെ വെച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു വീഡിയോയിൽ സ്പെഷ്യലായിട്ടൊരു സംഭവം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നത് എൻ്റെ കെട്ടിയവനാണ് കേട്ടോ. ഫസ്റ്റായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നത്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലായിട്ട് തൂവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീനും ഇവിടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.